So today's class will be learning about model split. Okay, model split is the process of separating person trips by the mode of travel. We all know, right? നമുക്ക് different types of modes ഉണ്ട്. Like എന്താ പറയുക, ടൂ വീലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബസ് ആയിക്കോട്ടെ, പല പല മോഡ്. അത് ഓരോ ആൾക്കാരനുസരിച്ചിട്ടായിരിക്കും ചൂസ് ചെയ്യുക. അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് fraction, ratio, or percentage of the total number of trips. Okay, in general, modal split refers to trips made by car or opposed to public transport. Okay, so what are the factors affecting modal split? Okay, so the factors that affect choice among alternative modes are heterogeneous and numerous. Okay, അത് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Characteristics of the trip, household characteristics, zonal characteristics and network characteristics. നമ്മൾ മുന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വരുന്നത് വൺ ഓഫ് ദ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ട്രിപ്പിൽ വരുന്ന ട്രിപ്പ് പർപ്പസ്. ഓക്കെ, ദ ചോയ്സ് ഓഫ് മോഡ് ഇസ് ഗൈഡഡ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ബൈ ദ ട്രിപ്പ് പർപ്പസ്. എന്താണ് ട്രിപ്പ് പർപ്പസ്, അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ മോഡ് സ്പ്ലിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഹോം ബേസ്ഡ് സ്കൂൾ ട്രിപ്സ് ഹാവ് ഹൈ റേറ്റ് ഓഫ് യൂസേജ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. റൈറ്റ്, ഇപ്പൊ നിങ്ങൾ തന്നെ കോളേജിലോട്ട് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദം do not have a private vehicle, but it is based on എന്താ പറയുക പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടായിട്ട് വരിക. അതർവൈസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ എന്താ പറയുക ഒരു കല്യാണത്തിന് അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളെ കാർ ഉണ്ടെങ്കിൽ യു ബി ചൂസിങ് കാർ. റൈറ്റ്, then what it also depend upon the trip length. The length can govern an individual's choice of a particular mode. Right, ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, you'll be going എന്താ പറയുക ബൈ വാക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇല്ല. ഇപ്പോൾ കോളേജോ ഹോസ്റ്റലിൽ നിന്നും കോളേജിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഫ് യു ഹാവ് ടൈം വാട്ട് യു ഡു യു ഗോ ബൈ വാക്ക്. റൈറ്റ്, ദെൻ ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് പറയുന്നത് എന്താ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻകം. ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഇസ് ഡയറക്ട് ഡിറ്റർമിനന്റ് ഓഫ് ദ എക്സ്പെൻസസ് ഈസ് പ്രിപ്പയർ ടു ഇൻകോർ ഓൺ എ ജേർണി. റൈറ്റ്, ഇൻകം കൂടുന്നതോടെ എന്താ പറയാ പറ്റുക, കൺവീനിയൻസ് കൂടിയും അപ്പോൾ പിന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താവും, നമ്മുടെ പേഴ്സണൽ വെഹിക്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യും. പിന്നെ കാർ ഓണർഷിപ്പ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻകം ആൻഡ് ഫോർ ദിസ് റീസൺ ബോത്ത് ഇൻകം ആൻഡ് കാർ ഓണർഷിപ്പ് ആർ interrelated in the effect of modal choice. Okay, general families which own a car prefer private car trips. Right, car ownership cars ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ മോസ്റ്റ് പ്രോബ്ലി കൺവീനിയന്റ് ട്രാവലിന് വേണ്ടി കംഫർട്ട് ട്രാവലിന് വേണ്ടി what will do, will always go by private cars. Right, then family size and composition. The number of persons in the family, the number of school going children, പിന്നെ number of wage earners, the number of unemployed, then age, sex structure of the family and other some factors connected with the socio-economic status of the family. Right, അതായത് ഫാമിലി സൈസ് ഡിപ്പെൻഡ്. ഇപ്പൊ 2 പേരൊക്കെ ആണെങ്കിൽ എന്താ, അത് 2 പേരല്ല, ഇപ്പൊ 4 പേര് ഉണ്ടെന്ന് വിചാരിച്ചോ ഒരു ഫാമിലിയിൽ. ഓക്കെ, അപ്പൊ 4 പേരിൽ സ്കൂൾ ഗോയിങ് കുട്ടികൾ 2 പേരുണ്ടെങ്കിൽ അത് പീക്ക് ടൈമിൽ ഒരു ബസ് ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അതല്ല നോർമൽ ആയിട്ട് ഫാമിലി അല്ല, ഒരു ഏജ് ആയിട്ടുള്ള 60+ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഫാമിലി ആണെങ്കിൽ എന്താ ഇവിടെ ട്രിപ്സ് ഭയങ്കര കുറവായിരിക്കും. മാത്രമല്ല അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇഫ് ദേ ആർ ഹാവിങ് അതിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയാണ്, റിട്ടയർഡ് പീപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്താവും അവര് സ്വന്തമായിട്ടുള്ള വെഹിക്കിൾ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്, പിന്നെ വരുന്ന സോണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ഡെൻസിറ്റി. ദ യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻക്രീസസ് ആസ് ദ റെസിഡൻഷ്യൽ ഡെൻസിറ്റി ഇൻക്രീസസ്. റൈറ്റ്, ഇപ്പം ഒരുപാട് എന്താ പറയുക നല്ല ഡെൻസിറ്റി ഉള്ള ഏരിയ ആണെങ്കിൽ എന്താ പറ്റുക, അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടും കൂടുതലായിരിക്കും. റൈറ്റ്, ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഏരിയാസ് വിത്ത് ഹൈയസ്റ്റ് റെസിഡൻഷ്യൽ ഡെൻസിറ്റി ആർ ഇൻഹാബിറ്റഡ് വിത്ത് പേഴ്സൺ വിത്ത് ലോവർ ഇൻകം. റൈറ്റ്, ലോവർ ഇൻകം ഉള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ഹയർ റെസിഡൻഷ്യൽ ഡെൻസിറ്റി ഉള്ള ഏരിയ. ഓക്കെ, സോ ഇവിടെ ഇറ്റ് ഓൾസോ ബെറ്റർ യൂസ് ഓഫ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ വർക്കേഴ്സ്, എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ളത്. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം CBD എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. അതായത് ഏറ്റവും മെയിൻ കൊമേഴ്ഷ്യൽ ഏരിയ, അതായത് മെയിൻ കൊമേഴ്ഷ്യൽ ഏരിയനെ ആയിരിക്കും നമ്മൾ ഏരിയ ഓഫ് സിറ്റിനായിരിക്കും നമ്മൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. മെയിൻ കൊമേഴ്ഷ്യൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഓഫീസേഴ്സ് ആൻഡ് ഷോപ്സ്, ബാങ്ക്സ്, സർവീസസ് എക്സെട്ര. ഓക്കെ, എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടാവും ഫ്രം യുവർ റെസിഡൻഷ്യൽ ഏരിയ ടു ദ CBD. ഓക്കെ, പിന്നെ വരുന്ന നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. accessibility ratio is a measure of relative accessibility of that zone to all other zone by means of mass transit network and highway network. പിന്നെ എന്താ വരിക, പിന്നെ ട്രാവൽ ടൈം റേഷ്യോ.
Okay, the ratio of travel time by public transport and travel time can measure the attractiveness of otherwise of the transport system. അതായത് എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ദെൻ വാട്ട് ഹാപ്പൻ, യു വിൽ ഓൾവേസ് പ്രിഫർ യുവർ പ്രൈവറ്റ് കാർ ഇഫ് യു ഹാവ് എ private car, right? Okay, the travel time by public transport system is composed of time spent. Yeah, എന്തൊക്കെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ നേരെ നിങ്ങളുടെ വീട്ടിൽ ബസ് വരും. It will take time to walk to the public transport origin. പിന്നെ it will take time for waiting for the transport and then ബസ്സിൽ ചെലവഴിക്കുന്ന സമയം, then ബസ്സിന് ഇറങ്ങി അടുത്ത ബസ് പിടിക്കാനുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ പോകേണ്ട ഡെസ്റ്റിനേഷനുള്ള സമയം, റൈറ്റ്? അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. When travel time in by private car എന്ന് പറയുമ്പോൾ time spent driving the car, time spent parking at the destination and time spent in walking from parked vehicle to destination. Okay, പിന്നെ വരുന്നത് travel cost ratio, right? The ratio of cost of travel by public transport and cost of travel by car is one of the most important factor influencing model choice, അല്ലേ? അപ്പം ഞാൻ അന്നൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പെട്രോളിന്റെ പൈസ ഭയങ്കര കൂടുവാണ് ഇപ്പം. ഇപ്പം 115, 120 റേഞ്ചിലുള്ള ലീറ്ററിലെ പെട്രോളിന് പെട്ടെന്നൊരു 2000 രൂപ ആവുകയാണെങ്കിൽ what happens? Always stop using അതായത് ഫിനാൻഷ്യലി അത്രയും പറ്റാത്ത, ഇപ്പം നിങ്ങൾ കുട്ടികളെന്നെ യൂസ് ചെയ്യുമോ? നോ, യു വിൽ സ്റ്റാർട്ട് യൂസിങ് ബസ്, റൈറ്റ്? പിന്നെ വരുന്നത് മോഡൽ സ്പ്ലിറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ്. ദർ ആർ 2 types ഓഫ് മോഡൽ സ്പ്ലിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പ്രീ ഡിസ്ട്രിബ്യൂഷൻ, ഫസ്റ്റ് വൺ വരുന്നത് പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ്, പിന്നെ പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ്. ഓക്കെ, അപ്പോൾ പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് ഇൻ വിച്ച് ദ മോഡൽ സ്പ്ലിറ്റ് ഈസ് കൺസിഡർഡ് prior to trip distribution stage. This procedure is also known as trip and model split procedure. Okay, ഇതിൽ പ്രീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് first we decide how many people will use each transport mode, then we will decide where they will travel. ഓക്കെ, ആദ്യം എത്ര ആൾക്കാർ, എത്ര ട്രിപ്സ് ഉണ്ടാവുന്നുണ്ട്, how many people will use each transport mode and then we will decide where they will go. Okay, so ഇവിടെ എന്താ പറ്റുന്നത്, ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, മോഡ് സ്പ്ലിറ്റ്, അതായത് മോഡ് ചോയ്സ് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യും, പിന്നെ ആയിരിക്കും ഏത് സോണിലോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഫസ്റ്റ് വന്ന് ഇൻകം, കാർ ഓണർഷിപ്പ്, പിന്നെ ഫാമിലി സൈസ്, അതിനെ ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും. പിന്നെ അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഇസ് എ പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ model split, in which model split is considered after trip distribution stage. Okay, this procedure is known as trip interchange model split procedure. Okay, so here we'll decide how many trips occur between two places. Okay, and then we decide which transport mode people use. First നമ്മൾ എത്ര ആൾക്കാർ രണ്ട് സോണിലോട്ട് പോകുന്നുണ്ട്, പിന്നെ അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ അതിനെ മോഡ് സ്പ്ലിറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യുക. ഫസ്റ്റ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് ഇറ്റ് ഇസ് ദർ ഇൻ ദ നെയിം പ്രീ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ആദ്യം മോഡൽ സ്പ്ലിറ്റ് നോക്കും, ഓരോ വണ്ടികൾ ഇത്രയും കാറ്, ബസ്, ഇത് ഇത്രയാണ് 50 നമ്മൾ ഡിസൈൻ ചെയ്യും. പിന്നെ ആയിരിക്കും നമ്മൾ നോക്കാം ഏത് സോണിലോട്ട് ആരൊക്കെ പോകുന്നുണ്ടെന്നുള്ള കാര്യം. ഇവിടെ സെക്കൻഡ് വണ്ണിൽ അങ്ങനെയല്ല, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, എത്ര ട്രിപ്സ് ഒരു സോണിൽ നിന്നും മറ്റേ സോണിലോട്ട് പോകുന്നു, ബേസ്ഡ് ഓൺ ദാറ്റ് പിന്നെ ഏതൊക്കെ മോഡ് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം. സോ ഇവിടെ സെക്കൻഡ് വണ്ണിൽ നമ്മൾ എന്താ, നമുക്ക് ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ അറിയാൻ പറ്റും, റൈറ്റ്? നമ്മൾ ആദ്യം മോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നില്ലല്ലോ, സെക്കൻഡാണ് മോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡലിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ അറിയും, പിന്നെ ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ചൂസ് അവർ മോഡ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വണ്ണിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രാവൽ കണ്ടീഷൻ, അതായത് ട്രാവൽ കോസ്റ്റും ട്രാവൽ ടൈമും കംഫർട്ടും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് വൺ നോക്കും. ഓക്കെ, ഇതിന്റെ കുറച്ച് എന്താ പറയുക അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, ഇത് ഡയഗ്രം പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോ ഡയഗ്രാം നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ക്യാരക്ടർ, ഇതിൽ 4 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സും, ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സും, സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സും, ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, എന്തായാലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബസ്, അതിന്റെ ഫെയർ, കംഫർട്ട്, സർവീസ്, അതായത് ഓരോ
ചിലപ്പോൾ ചില ബസ്സസ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കണ്ണൂരത്ത് നോക്കുകയാണെങ്കിൽ എവറി 5 minutes ബസ്സസ് ഉണ്ടോ ഇല്ല, ടു ധർമ്മശാല നോ, ഒരു 10 minutes 15 minutes കൂടുമ്പോഴായിരിക്കും ബസ് ഉണ്ടാവും. ബട്ട് വേറെ കണ്ണൂർ പോകുകയാണെങ്കിൽ എവറി 5 minutes ബസ്സസ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സ്. ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ടൈപ്പ് ഓഫ് ഏരിയ, അതായത് റെസിഡൻഷ്യൽ ആണോ, ഓഫീസ് ആണോ, മാർക്കറ്റ് ആണോ, ഇൻഡസ്ട്രി ആണോ, അത് കാര്യം. ഓക്കെ, പിന്നെ സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോഷ്യോ എക്കണോമിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഇൻകം, കാർ ഓണർഷിപ്പ്, ഫാമിലി സൈസ്, അതൊക്കെ. പിന്നെ ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ്. ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, റോഡിന്റെ കണ്ടീഷൻ, ട്രാവൽ ടൈം, കൺജഷൻ, ട്രാഫിക് കണ്ടീഷൻ, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ടൈപ്പ് ഓഫ് ഏരിയ അല്ലെ, റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഏരിയ ആണെങ്കിൽ ആ ഒരു ഏരിയയും പിന്നെന്താ നമ്മുടെ ഈ സോഷ്യോ എക്കണോമിക് ആയിട്ട്, അതായത് ഇൻകമും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ട്രിപ്പ് ജനറേറ്റ് ആവും, അല്ലേ. എത്രത്തോളം ട്രിപ്സ് പോകണം എന്നുള്ളത് അറിയാം. അതായത് ഇൻഡസ്ട്രി സ്കൂൾ ഏരിയ ആണെങ്കിൽ നമ്മൾ പീക്ക് അവർ എത്രയായിരിക്കും, 9 AM to 4 PM ആ ഒരു ടൈം. അപ്പൊ ഇൻഡസ്ട്രി ആണെങ്കിൽ എത്രയായിരിക്കും, 9 AM to 5 PM. അതിന്റെ ബേസ്ഡ് ആയിട്ട് ഇപ്പൊ സ്കൂൾ ഏരിയ ആണെങ്കിൽ എന്താ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും. ഇൻഡസ്ട്രി ആകുമ്പോൾ അതായത് 50-50 ചാൻസ് അല്ലേ. ചിലപ്പം ചില ഇൻഡസ്ട്രി ബസ്സസ് ഉണ്ടാവും, ചില ആൾക്കാർ പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യും, അല്ലേ. അപ്പോൾ ആ ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ സോഷ്യോ എക്കണോമിക്കും വെച്ച് എത്ര ട്രിപ്സ്, ഹൗ മെനി ട്രിപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ഇൻ ഈ സോൺസ് നോൺ. ഓക്കെ, അതായത് ഒരു സോണിൽ നിന്നും എത്ര പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, എത്രത്തോളം ട്രിപ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സോൺ, ഫോർ എക്സാമ്പിൾ സോൺ എ പ്രൊഡ്യൂസ് 1000 ട്രിപ്സ് പെർ ഡേ. ഓക്കെ, സോ ദിസ് 1000 ട്രിപ്സിനെ നമ്മൾ മോഡൽ സ്പ്ലിറ്റ് സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ ഈ 1000 സ്ട്രിപ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാറ് ഒരു 500 ആയിരിക്കാം, ഓക്കെ, ബസ് ഒരു 350 ആയിരിക്കാം, ഓക്കെ, ഒരു ബൈക്ക് 150 ആയിരിക്കാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എന്താ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ എഗെയിൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കും. എങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യും, പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രിപ്പ് ഡിസ്ട്രിബ്യൂട്ട്, നമ്മൾ മോഡ് സ്പ്ലിറ്റ് ചെയ്തിരുന്നു, പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, റൈറ്റ്. ഫസ്റ്റ് നമ്മൾ മോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നു, പിന്നെ എന്താ ചെയ്യുന്നത്, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, അല്ലെ. അപ്പോൾ മോഡൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ആൻഡ് ദെൻ യു സെൻഡ് ഇറ്റ് ടു ഡിസ്ട്രിബ്യൂഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റോഡ് വെഹിക്കിൾ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്താ പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏതാ, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ വരിക, അല്ലെ. കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർട്ടൻ ആൾക്കാർ അങ്ങോട്ട് പോകും. പിന്നെ ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് നല്ല റോഡ് കണ്ടീഷൻ, കുണ്ടും കുഴിയാണെങ്കിൽ എന്താ പറയുക, ചെയ്യാൻ ആൾക്കാർ കഷ്ടപ്പെട്ട് വണ്ടി ചവിട്ടി, എന്താ പറയുക, ചില ആൾക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ പറയും ക്ലച്ച് ഒരുപാട് പിടിക്കണം, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ബസ്സിലാണെങ്കിൽ സുഖമാണെന്നല്ല അവർ അങ്ങോട്ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ടായിരിക്കും പോവാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് എന്താ പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും കിട്ടും, റോഡ് വെഹിക്കിൾ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും കിട്ടും. ഓക്കെ, ഫ്രം ദാറ്റ് നമുക്ക് എഗെയിൻ, അതായത് ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടും കിട്ടി, റോഡും കിട്ടി, അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇത് ഏത് വഴി, റൂട്ട് എന്ന കാര്യം നമ്മൾ നോക്കട്ടെ. ദാറ്റ് ഈസ് യുവർ ട്രാഫിക് അസൈൻമെന്റ്, റൈറ്റ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാഫിക് അസൈൻമെന്റ് ആൻഡ് ഹൈവേ ട്രാഫിക് അസൈൻമെന്റ്. നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ബസ്സുകൾ കണ്ടിട്ടില്ലേ, ചിലത് വി ആർ ദിസ് റൂട്ട്, ഈ വഴിയിലോട്ടാണ് പോകുന്നത്, വി ആർ ദിസ് റൂട്ട് ഈ വഴി. അപ്പൊ കണ്ണൂർ എത്തണമെങ്കിൽ വി ആർ മാഹി അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, എക്സാമ്പിൾ പറയാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂർ വരികയാണെങ്കിൽ വി ആർ ദിസ് വേ ആണ് വരുന്നത്, വി ആർ ദിസ് വേ. ഓക്കെ, അതാണ് റൂട്ട്, ഡിപ്പെൻഡ് അപ്പോൺ ഒരു റൂട്ട്, റൈറ്റ്. അതേപോലെ ഹൈവേ ട്രാഫിക് അസൈൻമെന്റിൽ എന്താണ്, റോഡ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റൂട്ട് സെലക്ട് ചെയ്യാം, റൈറ്റ്. ദാറ്റ് ഈസ് യുവർ ഫ്ലോ ഡയഗ്രാം ഫോർ മോഡൽസ് ബി ക്യാരിഡ് ഔട്ട് ബിറ്റ്വീൻ ട്രിപ്പ് ജനറേഷൻ ആൻഡ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ ഫ്ലോ ഡയഗ്രാം ഫോർ മോഡൽസ് ബി ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്. പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് ആണ് ഇത്, അതിന്റെ ഫ്ലോ ഡയഗ്രാം ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്ത് യു ക്യാൻ സി ദ സെയിം തിങ് ലൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അതൊക്കെ വരിക, ബസ് സർവീസും ട്രാവൽ ടൈമും ഫെയറും കംഫോർട്ട്. ലാൻഡ് യൂസ് ക്യാൻസൽ, വാട്ട് ഇസ് ദ ഏരിയ, മേ ബി ഇപ്പം എന്താ പറയുക, റെസിഡൻഷ്യൽ ഏരിയ, എഡ്യൂക്കേഷൻ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ. പിന്നെ സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഇസ് എന്താ ഇൻകം, ഫാമിലി സൈസ് എക്സെട്ര. ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ് ഹൈവേയുടെ റോഡ് കണ്ടീഷനും കാര്യങ്ങളും, ടൈം ഇറ്റ് ഇസ് ടേക്കിംഗ് ടു ട്രാവൽ ടു ദാറ്റ് വേ. ഓക്കെ, അപ്പോൾ ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ആൻഡ് ഇൻകമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പ് ജനറേഷൻ കിട്ടും, റൈറ്റ്. അപ്പോൾ ട്രിപ്പ് ജനറേഷൻ കിട്ടി, ഒരു സോണിൽ നിന്നും മറ്റൊരു സോണിലോട്ട് എത്രത്തോളം ട്രിപ്പ് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജനറേഷൻ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബേസ്ഡ് ഓൺ നമ്മൾ എന്താ
ടോട്ടൽ പേഴ്സൺ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം എങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഇസ് ഫൗണ്ട്. ഓക്കെ, ട്രിപ്പ് ജനറേഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടി, അതായത് എന്താ പറയുക, ഒരു സോണിൽ മറ്റേ സോണിലേക്ക് ടോട്ടൽ ജനറേഷൻ കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എത്രത്തോളം ആൾക്കാർ ട്രിപ്പ് പോകുന്നുണ്ട്, ടോട്ടൽ പേഴ്സൺ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ട്രിപ്പ് എത്ര ആൾക്കാർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ട് എന്ന ടോട്ടൽ പേഴ്സൺ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗോഡ്. അത് നമ്മളെ എങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യും ടു ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് എത്ര ആൾക്കാർ പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റി, പക്ഷേ നമുക്ക് എത്ര പേര് എങ്ങോട്ട് പോകുന്നുണ്ട്, ഏത് മോഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല. സോ നെക്സ്റ്റ് വി ഗോ ടു a മോഡൽ സ്പ്ലിറ്റ്. ഓക്കെ, നമ്മുടെ ട്രിപ്പ് ജനറേഷനിൽ നമുക്ക് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ടോട്ടൽ പേഴ്സൺ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടി, ആൻഡ് ദെൻ മോഡൽ സ്പ്ലിറ്റ്, ഏത് മോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോഡൽ സ്പ്ലിറ്റിൽ എന്താ പറയുക, നൗ what happens, the person trips are divided into transport modes. Okay, രണ്ട് മോഡ്സ് ഉണ്ട്. എന്താ പറയുക, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഹൈവേയും ഉണ്ട്. റൈറ്റ്, അതിന്റെ ബേസ് ആയിട്ട് മോഡൽ സ്പ്ലിറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്സ് കാണാൻ പറ്റും. ഓക്കെ, സോൺ ടു സോൺ പബ്ലിക് ട്രാൻസ്പോർട്ട് പേഴ്സൺ ട്രിപ്സ്. ഓക്കെ, അതായത് എത്ര ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്, അത് ഒരു സോണിൽ നിന്ന് മറ്റേ സോൺ. പിന്നെ വരുന്നത് സോൺ ടു സോൺ പ്രൈവറ്റ് കാർ പേഴ്സൺ ട്രിപ്പ്, അതായത് പ്രൈവറ്റ് കാർസ് എത്ര പേര് യൂസ് ചെയ്യുന്നു. പിന്നെ അനദർ വൺ ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡെവലപ്പ് സോൺ ടു സോൺ കാർ ഓക്യുപ്പൻസി എന്ന് പറയുന്നുണ്ട്, അല്ലെ. അത് എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ടോട്ടൽ പേഴ്സൺ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അത് ഹൈവേ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ റോഡിന്റെ എന്താ പറയുക, കൺവീനിയൻസും പിന്നെ കംഫോർട്ടും ട്രാവൽ ടൈമും. ഓക്കെ, അപ്പോൾ ഇവിടെ കാർ ഓക്യുപ്പൻസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, അതായത് എ കാർ ക്യാൻ ക്യാരി മോർ ദാൻ 1 person. റൈറ്റ്, കാരണം നമുക്ക് ഒന്നല്ല ഒരു കൂടുതൽ കാർ പൂളിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതായത് ഒരേ സ്ഥലത്തോട് നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, 4-5 പേര് ആ വണ്ടിയിൽ കയറ്റി ഒന്നിച്ചായിരിക്കും അവർ പോകും, ഓരോ ആൾക്കാർ ഓരോ ദിവസം അവരുടെ കാർ എടുക്കും, അങ്ങനെ. സോ വാട്ട് ഹാപ്പൻസ്, കാർ ക്യാൻ ക്യാരി മോർ ദാൻ 1 person. റൈറ്റ്, അപ്പോൾ കാർ ഓക്യുപ്പൻസി എന്ന് പറയുന്നത്, കാർ ഓക്യുപ്പൻസി ഇസ് ഈക്വൽ ടു 2 person per car. 2 പേര് ആ കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇഫ് 120 കാർ പേഴ്സൺ ട്രിപ്സ് എന്ന് പറയുവാണെങ്കിൽ അത് 60 കാർ വെഹിക്കിൾസ് ആയിട്ട് നമ്മൾ എടുക്കും. അതായത് 120 കാർ പേഴ്സൺ ട്രിപ്സ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ 60 കാർ വെഹിക്കിൾസ് ആയിട്ട് എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ സോൺ ടു സോൺ പ്രൈവറ്റ് കാർ പേഴ്സൺ ട്രിപ്സിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, ഫ്രം ദാറ്റ് സോൺ ടു സോൺ കാർ വെഹിക്കിൾ ട്രിപ്സ് കിട്ടും. റൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സോൺ ടു സോൺ പ്രൈവറ്റ് കാർ പേഴ്സൺ ട്രിപ്സ് അല്ലാണ്ട് കാർ ഓക്യുപ്പൻസിയും കൂടി നമ്മൾ അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അപ്പം നമുക്ക് സോൺ ടു സോൺ കാർ വെഹിക്കിൾ ട്രിപ്സ് കിട്ടി. ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ ഗോ ടു അവർ ഹൈവേ ട്രാഫിക് അസൈൻമെന്റ്, ഏത് റൂട്ട് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മോഡൽ സ്പ്ലിറ്റിന് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അല്ലെ. പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാഫിക് വെഹിക്കിൾ, നേരത്തെ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ ദ ഫെയർ, പിന്നെ ട്രാവൽ കൺവീനിയൻസ്, അങ്ങനത്തെ ബസ്സസ് ഉണ്ട്, അതിന്റെ ബേസ് ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ചൂസ് ചെയ്യും. ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ ട്രാഫിക് അസൈൻമെന്റ്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാഫിക് അസൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പല റൂട്ട് ഉണ്ടാവും. ഓക്കെ, പല ഡിഫറെന്റ് റൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, ബേസ്ഡ് ഓൺ ഡിഫറെന്റ് റൂട്ട്സ് മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടിന് ബസ് മാത്രമാണോ, അല്ല, വി ഹാവ് ട്രെയിൻസ് ഓൾസോ, റൈറ്റ്. ഓക്കെ, ദെൻ എന്താ പറയുക, ബേസ്ഡ് ഓൺ ദ കൺവീനിയൻസ് വാട്ട് ദേ വിൽ ബി സ്പ്ലിറ്റ് ടു യുവർ different traffic assignment, maybe bus route or train lines. Okay, and also different route എന്ന് പറയുമ്പോൾ ട്രെയിൻസ് മാത്രമല്ല, നമ്മുടെ ബസ്സിൽ വരുന്ന ഡിഫറെന്റ് റൂട്ട്സ്, ഏതെങ്കിലും ദിസ് വഴിയാണെങ്കിൽ കൺവീനിയൻ, ചില ആൾക്കാരെ ഈ വഴി ഇടവഴി കൂടി പോയാൽ പെട്ടെന്ന് എത്തും, അല്ലെങ്കിൽ ചില ഇഷ്യൂസ് ഇടവഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, എന്താ ഹംസും കാര്യങ്ങളും, സോറി എന്താ പറയാ പോത്ത് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കൺവീനിയന്റ് അല്ല. അതേ ചൂസ് ദ അതർ വൺ, ലെങ്തി ആണെങ്കിലും കുഴപ്പമില്ല, full comfort ആയിട്ട് പോകാനും ചാൻസ് ഉണ്ട്. That is your flow diagram for model split carried out after trip distribution. That's it about this class. Thank you.